പ്രകാശമേ വന്നിടണമേ, നിത്യസത്യത്തിലേക്കെന്നെ നയിച്ചിടണമേ. നിത്യപ്രകാശമേ വന്നിടണമേ, നിത്യസത്യത്തിലേക്കെന്നെ നയിച്ചിടണമേ. നിത്യജ്ഞാനമേ വന്നിടണമേ, എൻ ബുദ്ധി തെളിഞ്ഞിടണമേ. നിത്യജ്ഞാനമേ വന്നിടണമേ, എൻ ബുദ്ധി തെളിഞ്ഞിടണമേ. എൻ ബുദ്ധി തെളിഞ്ഞിടണമേ. അവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കേണ്ടത്. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നോമ്പ് കാലഘട്ടത്തിലെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ ഓൺലൈൻ ധ്യാനത്തിലൂടെ ദൈവസ്നേഹവും പരസ്നേഹവും ധ്യാനിക്കുവാൻ, സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ. അതിനായി ജീവിതം സമർപ്പിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ട വ്യക്തികളെയും മേഖലകളെയും എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധ അഭിഷേകത്താൽ നിറയ്ക്കണമേ. നമ്മൾ വെറുതെ പറയുന്ന യേശുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഈശ്വമിശ്വര വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ യോഗ്യരാകുവാൻ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. 50 നോമ്പ് ആരംഭിച്ചിരിക്കുന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ, ഞായർ ദിവസങ്ങളിൽ നമ്മൾ 5 തുടങ്ങി 8 മണി വരെ സ്തുതി ആരാധനയും ജപമാലയും ആരാധനയും അതിനിടയിൽ വചന ശുശ്രൂഷയൊക്കെ നടത്തി ദൈവ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ സ്നേഹത്തെക്കുറിച്ച് ഇപ്പോൾ കൊരിന്ത്യർക്കാർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു. ഈ തിരുവചനങ്ങൾ തീർച്ചയായും നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നുള്ളത് മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്നേഹമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതെന്ന് കവികളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ പരക്കെ നമ്മെ പാലുമറുതോട്ടും പാറുവണ ശശിബിംബം. ചന്ദ്രൻ പ്രകാശം തരുന്നു രാത്രി, അതുപോലെ സൂര്യൻ പകലെ വെളിച്ചം തരുന്നു. ഇതുപോലെ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഈ സ്നേഹം, അതിൻ്റെ ആരംഭം എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്നേഹം ആരംഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല. സ്നേഹമെന്ന ആശയം മനുഷ്യൻ കണ്ടുപിടിച്ച ആശയമല്ല. സ്നേഹമെന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവത്തിൽ നിന്ന് മാത്രമേ സ്നേഹത്തിൻ്റെ ആ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ദൈവം സ്നേഹമാകും. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: ദൈവം സ്നേഹമാകും. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-ലും 35-ലും ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈ 2 തിരുവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അത്യുന്നതമായ അവസ്ഥയാണെന്ന്, അല്ലെങ്കിൽ സ്വർഗീയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നു. ആ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രഹസ്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ രഹസ്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ
അത്യുന്നതമായ അവസ്ഥ, അല്ലെ അതിൻ്റെ അത്യുച്ചി എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ അഗ്രം എന്ന് പറയുന്നത് ഈ രണ്ട് തിരുവചനങ്ങളാണെന്ന് നമ്മൾ വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം, ദൈവം സ്നേഹമാകും. ആ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞു യോഹന്നാൻ 13-ന്റെ 34-35 തിരുവചനങ്ങളിൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരും. ആ കൽപ്പന ഇതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ ദൈവ സ്നേഹവും പരസ്നേഹവും അതിലധിഷ്ഠിതമായിട്ടാണ് വിശുദ്ധഗ്രന്ഥത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടുവരുന്നത് സ്നേഹം ഒരു രഹസ്യമാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സംതൃപ്തി ലഭിക്കുന്നത്. മനുഷ്യൻ പല രീതികളിലുള്ള സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പഴയൊരു ചിത്രീകരണം ഓർത്തു പോവുകയാണ്. എവിടെയാണ് സ്നേഹം ലഭിക്കുന്നത്? ഏത് സ്നേഹത്തിൽ നിന്നാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നത്? പല ടൈപ്പ് സ്നേഹം നമ്മൾ കാണുന്നു. മൃഗങ്ങളുടെ സ്നേഹമുണ്ട്, മനുഷ്യന്റെ സ്നേഹമുണ്ട്. പല രീതികളിലുള്ള സ്നേഹം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സ്നേഹം അത് എവിടെയാണെന്ന് പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പഴയൊരു ചിത്രീകരണം ഓർത്തു പോകുന്നത്. ഒരു മനുഷ്യന്റെ താക്കോൽ നഷ്ടമായി. അത് നഷ്ടമായപ്പോൾ അവൻ ആ താക്കോൽ തിരയാൻ തുടങ്ങി. തിരഞ്ഞ് സന്ധിയായി, ഇത് കിട്ടുന്നില്ല. അതിനൊരു ഒരു വിളക്കുമരത്തിന്റെ ചുവട്ടിലിരുന്ന് തിരയുമ്പോൾ ഒരു മനുഷ്യനതിലെ കടന്നുപോയി. മറ്റൊരാൾ അയാൾ കടന്നു പോകുന്നു, ഇയാൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ സമയം കഴിഞ്ഞ് കടന്നുപോയ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ ഇയാൾ അപ്പോഴും ഇത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, താങ്കൾ എന്താണ് ഈ തിരയുന്നത്? എൻ്റെ താക്കോൽ നഷ്ടമായി. എവിടെയാണ് നഷ്ടമായത്? അത് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ പെട്ടെന്ന് എടുക്കാമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ വിളക്കുകാലിന്റെ ചുവട്ടിലിരുന്ന് താങ്കൾ തിരയും? അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെയല്ലേ വെളിച്ചമുള്ളത്. ഈ വെളിച്ചത്തിൽ ഈ താക്കോൽ കണ്ടെത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയല്ലേ വെളിച്ചമുള്ളത്. അപ്പോൾ ഈ പാതി വെളിച്ചം അല്ലെങ്കിൽ പകുതി വെളിച്ചം അല്ലെങ്കിൽ പൂർണ്ണതയില്ലാത്ത അവസ്ഥകളിൽ മനുഷ്യൻ ദൈവ സ്നേഹത്തെ തിരയുന്നു. അത് എവിടെയാണ് നഷ്ടപ്പെട്ടത് അവിടെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഈ വെളിച്ചമുള്ളിടത്ത് ഞാൻ തിരയുകയാണ്. ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും ആഭിചാര പ്രവർത്തികളും അർത്ഥസത്യങ്ങളും അതുപോലെയുള്ള സ്നേഹത്തിന്റെ ചില പ്രതിഫലനങ്ങളെല്ലാം കാണുമ്പോൾ അതായിരിക്കും യഥാർത്ഥ സ്നേഹമെന്ന് വിചാരിച്ച് മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. അത് നെട്ടോട്ടമോടുമ്പോൾ അവർ നിരാശനായി മാറുന്നു, അസ്വസ്ഥനായി മാറുന്നു. അങ്ങനെ യഥാർത്ഥ സ്നേഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ, അതിൻ്റെ അനുകരണങ്ങൾ തേടി മനുഷ്യൻ അലയുമ്പോൾ ഇവിടെയാണ് യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഈ 50 നോമ്പിന്റെ ഈ ഓൺലൈൻ ധ്യാന ശുശ്രൂഷയിൽ ആദ്യത്തെ വചന ശുശ്രൂഷയിൽ തന്നെ ഈ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഇരണേവൂസിനെ ഓർക്കുകയാണ്. ഒരു കൊട്ടേഷൻ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യർക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിന് സുഖമുള്ളൂ. മനുഷ്യർക്ക് സുഖമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് സുഖമുള്ളൂ. ഇവിടെയാണ് ദൈവം യഥാർത്ഥത്തിൽ പൂർണ്ണതയുള്ള ദൈവിക പശ്ചാത്തലം, ഒന്നിനും കുറവില്ലാത്ത ദൈവത്തിൻ്റെ ആ സാഹചര്യം. ദൈവം പൂർണ്ണതയുടെ ഉറവിടമാണ്. ദൈവത്തിനൊന്നിനും കുറവില്ല. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് ഈ കുറവ് വരുന്നത്? ദൈവത്തിൻ്റെ ദുഃഖമെന്താണ്? ദൈവത്തിൻ്റെ കുറവെന്താണ്? ആ കുറവ് മനുഷ്യന്റെ കുറവാണ്. അതുകൊണ്ട് ഇരണേവൂസ് പറഞ്ഞത്, ദൈവം സ്വർഗത്തിൽ പൂർണ്ണത അനുഭവിക്കുമ്പോൾ, യഥാർത്ഥ സമാധാനത്തിലായിരിക്കുമ്പോൾ, സന്തോഷത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു, അവിടെ ദുഃഖമാണ്. ഈ നഷ്ടപ്പെട്ടിടത്ത് തിരയാതെ വെളിച്ചമുള്ളിടത്ത്, വെളിച്ചത്തിന്റെ അനുകരണമുള്ളിടത്ത് തിരയുന്ന മനുഷ്യൻ നഷ്ടബോധത്തിലാണ്, അവൻ ദുഃഖത്തിലാണ്, അവനാ യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ല.
അപ്പൊ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ ദുഃഖ ദുരിതത്തിൽ മനുഷ്യൻ കഴിയുന്നു. ഇതിനെക്കുറിച്ചാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ വേദന, ദൈവം കരയുകയാണ്. കാരണം പറയുന്നുണ്ട്, യഥാർത്ഥ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചിട്ട് ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ അഭയം പ്രാപിക്കുന്നു. ജലം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളെയാണ് മനുഷ്യൻ അഭയം പ്രാപിക്കുന്നത്. യഥാർത്ഥ ഉറവയായ എന്നെ അവർ ഉപേക്ഷിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടം, ആ ഉറവ എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവ സ്നേഹമാണ്. ഈ സ്നേഹത്തെ അനുഭവിച്ചറിയാതെ പൊട്ടക്കിണറുകളെ അഭയം പ്രാപിച്ച് മനുഷ്യൻ ദുരിതത്തിലും ദുഃഖത്തിലുമായി മാറുമ്പോൾ ദൈവം വേദനിക്കുന്നു. അതുകൊണ്ടായിരുന്നു യേശു പറഞ്ഞത്, മനുഷ്യർക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിന് സുഖമുള്ളൂ. അതുകൊണ്ട് മനുഷ്യർക്ക് സുഖം തരാൻ വേണ്ടി അവനെ തേടിയിറങ്ങിയവനാണ് ദൈവം. അതുകൊണ്ട് തോമസ് തോംസൺ അദ്ദേഹത്തിന്റെ കൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, ദൈവത്തെ വേട്ടപ്പട്ടി എന്നാണ് വിളിക്കുന്നത്. ഒരു വേട്ടപ്പട്ടിയെ പോലെ ദൈവം മനുഷ്യനെ തേടുകയാണ്, അവന്റെ പിന്നാലെ വരികയാണ്. എന്തിനാണ്? നശിപ്പിക്കാനല്ല, ശിക്ഷിക്കാനല്ല, അവന് പൂർണ്ണത കൊടുക്കാൻ. യഥാർത്ഥ സ്നേഹം എന്താണെന്നും എവിടെയാണെന്നും ആ സ്നേഹം എങ്ങനെ അനുഭവിക്കണം, ആസ്വദിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു വേട്ടപ്പട്ടിയെ പോലെ ദൈവം മനുഷ്യനെ തേടിയിറങ്ങുന്നു, അവന്റെ പിന്നാലെ വരുന്നു. മനുഷ്യനോ ദൈവത്തിന് ഓടി അകലാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓടി അകലുന്ന മനുഷ്യനെ തേടിയിറങ്ങിയ ദൈവത്തിന്റെ ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അതാണ് രക്ഷാക രഹസ്യമെന്ന് പറയുന്നത്. അതിന്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും പ്രാർത്ഥനാ വിഷയമാക്കുന്നതും. അതാണ് സ്വർഗം വിട്ട്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. യേശുനാഥനെ കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ ആകൃതി കാണപ്പെട്ട് മരണത്തോളം, അതേ കുരിശു മരണത്തോളം അവൻ അനുസരണമുള്ളവനായി മാറി. അപ്പൊ ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത, ആ പൂർണ്ണത, എല്ലാത്തിൻ്റെയും ആ നന്മയുടെ ഇരിപ്പിടം, ഉറവിടം, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ ആകൃതി കാണപ്പെട്ട് മരണത്തോളം, അത് കുരിശു മരണത്തോളം അവൻ അനുസരണമുള്ളവനായി മാറി. ഇതാണല്ലേ അമ്പത് നോമ്പിൽ നമ്മൾ ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്. അവൻ മരണത്തോളം, കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി മാറിയത്. മനുഷ്യൻ യഥാർത്ഥ സ്നേഹമെന്തെന്ന് അനുഭവിക്കണം. കറയില്ലാത്ത, കാപട്യമില്ലാത്ത, മായമില്ലാത്ത, സത്യം ആയിട്ടുള്ള യഥാർത്ഥ സ്നേഹം മനുഷ്യൻ അനുഭവിക്കണം, കണ്ടെത്തണം. അത് മനുഷ്യൻ തേടണം, അതവൻ അനുഭവിക്കണം. അങ്ങനെ അത് അനുഭവിക്കുമ്പോഴേ മനുഷ്യന് പൂർണ്ണത വരുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ആരംഭിക്കുന്നത്. ഞാൻ ചെറിയൊരു കഥ ഓർത്തു പോവുകയാണ്. അതിന്റെ സംഭവ പശ്ചാത്തലം ഓർത്തു പോവുകയാണ്. ഒരു സംഭവമാണ്. ഇവിടെ ആ സംഭവം ഇതാണ്. ഒരു വൈദികൻ, അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു, പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു ദൈവത്തെക്കുറിച്ച്. ദൈവത്തെക്കുറിച്ചുള്ള പുസ്തകം ദൈവത്തിന്റെ അസ്തിത്വം തെളിയിച്ചുകൊണ്ട്, ബുദ്ധിപരമായി എല്ലാം മനോഹരമായി തെളിയിച്ചുകൊണ്ട് പുസ്തകം എഴുതി. അദ്ദേഹത്തിന് ആ പുസ്തകത്തിന് ഒരു പേര് കൊടുക്കാൻ നല്ലൊരു പേര് കിട്ടുന്നില്ല. യോജിച്ച ഒരു മനോഹരമായൊരു പേര് ആ പുസ്തകത്തിന് കിട്ടാതെ വന്നതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക്, ഒരു നടക്കാനിറങ്ങി, വ്യായാമമായി. അപ്പോൾ ഇത് ചിന്തിച്ച് അതിന്റെ പുസ്തകത്തിന് പേരും കണ്ടുപിടിക്കാം, കണ്ടെത്താമെന്ന് വിചാരിച്ച് അദ്ദേഹം നടക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ അയൽപക്കത്തുള്ള ഒരു പാവപ്പെട്ട അപ്പച്ചനും അദ്ദേഹത്തോടൊപ്പം നടക്കാനിറങ്ങി, കൂടെ കൂടി. ഒരുമിച്ച് നടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ
ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ കയറി മഴ കഴിയുമ്പോൾ നടപ്പ് തുടരാൻ വേണ്ടി. ഈ വീട്ടിൽ കയറിയ ഉടനെ ഈ അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു കൊന്ത കയ്യിലെടുത്ത് ജപമാല ചൊല്ലുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ അച്ഛന്റെ തലയിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ ഈ പുസ്തകത്തിന്റെ പേരാണ്. പെട്ടെന്ന് അതിശയം തോന്നിയ അച്ഛന് അത്ഭുതത്തോട് ചോദിച്ചു, അപ്പച്ചൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണല്ലോ, ഒരു വിശുദ്ധനാണല്ലോ, അതുപോലെ ദൈവത്തിന്റെ അടുത്ത ആളാണെന്ന് തോന്നുന്നല്ലോ. ഈ മനുഷ്യൻ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാൻ പ്രാർത്ഥനാക്കാരനല്ല, ദൈവത്തിന്റെ അടുത്ത ആളല്ല, ഞാൻ വിശുദ്ധനുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ മൂഡിലേക്ക് വളരെ പെട്ടെന്ന് വന്നത്? ആ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാന് ദൈവത്തെക്കുറിച്ച് എനിക്കുന്നൊരു ബോധ്യമാണ്. ദൈവത്തെക്കുറിച്ച് എനിക്ക് ഒരു അനുഭവമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് ആ ദൈവത്തെക്കുറിച്ച് എനിക്കുള്ള എൻ്റെ ബോധ്യമാണ്. എന്താണ് ആ ബോധ്യം? ഹി ഈസ് ഫോണ്ട് ഓഫ് മീ. ദൈവത്തിന് എന്നോട് വലിയ താല്പര്യമാണ്. ദൈവത്തിന് എന്നോട് വലിയ സ്നേഹമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കരുതുന്നു. ഞാൻ അത്ര കണ്ട് സ്നേഹിക്കുന്നില്ല, പക്ഷെങ്കിലും ദൈവത്തിന് സ്നേഹമുണ്ട്, ദൈവത്തിന് കരുതലുണ്ട്. ആ ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹി ഈസ് ഫോണ്ട് ഓഫ് മീ. അതുകൊണ്ടാണ് അച്ഛ ഞാൻ പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് വന്നത്. അച്ഛൻ പെട്ടെന്ന് തന്നെ ആ പുസ്തകത്തിന് പേരിട്ടു, വേറെ ചിന്തിക്കാനൊന്നും പോയില്ല. ഹി ഈസ് ഫോണ്ട് ഓഫ് മീ. അച്ഛൻ്റെ ആ പുസ്തകം വളരെയധികം മനുഷ്യർ വാങ്ങുകയും വായിക്കുകയും ചെയ്ത ബെസ്റ്റ് സെല്ലറായി മാറിയെന്ന് പിന്നീട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാനിടയായി. അതുകൊണ്ടൊരു സംഭവം എന്ന് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഹി ഈസ് ഫോണ്ട് ഓഫ് മീ. അച്ഛന് വളരെ നാളുകൾ ചിന്തിച്ച് പേര് കിട്ടാതെ വന്നപ്പോൾ ഒരു പാവപ്പെട്ട അപ്പച്ചന്റെ ദൈവാനുഭവത്തിൽ നിന്ന് അദ്ദേഹം ആ പുസ്തകത്തിന് പേരിട്ടു, ഹി ഈസ് ഫോണ്ട് ഓഫ് മീ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നതും നല്ല ജീവിതം ആരംഭിക്കുന്നതും തീർച്ചയായും ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറുമ്പോൾ, ആ സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നതും നന്മയിലേക്ക് വരുന്നതും നല്ലൊരു ആരംഭമുണ്ടാകുന്നതും. അതുകൊണ്ട് H.G. വെൽസ് എന്ന ചിന്തകന്റെ കൊട്ടേഷൻ ഓർത്തു വരികയാണ്. H.G. വെൽസ് ഇപ്രകാരമാണ് പറയുന്നത്: until man has found God and being found of God, he begins to know beginning, ends to know end. മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുകയോ ദൈവത്താൽ കണ്ടെത്തപ്പെടുകയോ ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ ശുഭകരമായൊരു ആരംഭമോ നല്ലൊരു അവസാനമോ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ ഒന്നെങ്കിൽ അവൻ ദൈവത്താൽ കണ്ടെത്തപ്പെടണം, അല്ലെങ്കിൽ അവൻ ദൈവത്തെ കണ്ടെത്തണം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ശുഭകരമായൊരു ആരംഭമോ നല്ലൊരു അവസാനമോ ഉണ്ടാകാൻ പോകുന്നില്ല. എപ്പോഴാണ് നല്ലൊരു ആരംഭം ഉണ്ടാകുന്നത്? അതുവഴി നല്ലൊരു അവസാനം ഉണ്ടാകുന്നത് ദൈവത്തെ കണ്ടെത്തണം, അല്ലെങ്കിൽ ദൈവത്താൽ കണ്ടെത്തപ്പെടണം. സൂചന ഏതാണ്? ദൈവ സ്നേഹം അനുഭവിക്കണം. അതുകൊണ്ട് മറ്റൊരു ചിന്തകന്റെ കൊട്ടേഷൻ കൂടി ഓർത്തുപോവുകയാണ്. അത് പ്രകാരമാണ്, അദ്ദേഹം ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത്: ദൈവ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ചെറിയ ചെലന്തി വല പോലും സുരക്ഷിതത്തിന്റെ അനുഭവം നൽകും. അല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കരിങ്കൽ കോട്ട പോലും ദുർബലമായി തോന്നും. വലിയ കരിങ്കൽ കോട്ട പോലെയുള്ള സുരക്ഷിത വലയത്തിലാണ് ഒരു വ്യക്തി കഴിഞ്ഞതെങ്കിലും അത് ദുർബലമായി തോന്നിയെന്ന് വരും ഈ സ്നേഹം അനുഭവിക്കാത്ത വ്യക്തി. എന്നാൽ ചിലന്തി വല പോലും സുരക്ഷിതത്തിന്റെ അനുഭവം നൽകും ദൈവ സ്നേഹത്തിലാണെങ്കിൽ. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5 വായിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അപ്പൊ ദൈവത്തോട് കൂടെയായിരിക്കുക, ആ ദൈവ സ്നേഹം ആസ്വദിക്കുക, അനുഭവിക്കുക, ആ ദൈവ സ്നേഹം അറിയുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ശുഭകരമായ ആരംഭം, നല്ലൊരവസാനം, കരിങ്കൽ കോട്ടയ്ക്കുള്ളിൽ പോലും വിറയ്ക്കുന്ന അനുഭവം, എന്നാൽ ചിലന്തി വല പോലും സുരക്ഷിതം നൽകുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ വരുന്നത് തീർച്ചയായും ദൈവത്തിന്റെ ആ സ്നേഹം ആസ്വദിക്കുമ്പോഴാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതുമ്പോൾ
3-ാം അധ്യായത്തിന്റെ 18 ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3:18 പൗലോസ് ശ്ലീഹ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നിങ്ങൾ ഗ്രഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണ് പൗലോസ് ശ്ലീഹയുടെ ആഗ്രഹം? എല്ലാ വിശുദ്ധരോടുമൊപ്പം ദൈവസ്നേഹത്തിന്റെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നിങ്ങൾ ഗ്രഹിക്കണം. അവിടെയാണ് അറിവിനെ അതിശയിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ നിറയണം. അങ്ങനെ സമ്പൂർണതയാൽ നിറയുന്നത്, പൂർണ്ണതയാൽ നിറയുന്നത് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് അറിവിനെ അതിശയിക്കുന്ന വലിയ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിക്കുന്ന ദിവസങ്ങളാണ് വലിയ നോമ്പെന്ന് പറയുന്നത്, 50 നോമ്പിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രഭാഷണം നമ്മൾ ദൈവ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹവും മനുഷ്യർക്ക് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യർക്ക് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് അഗാപ്പെ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ്. വ്യവസ്ഥയില്ലാത്ത സ്നേഹം അനുഭവിക്കാൻ ദൈവ സ്നേഹത്തെക്കുറിച്ച് ബോധ്യം വേണം. ബാക്കി എല്ലാ സ്നേഹത്തിനും വ്യവസ്ഥകളുണ്ട്, പരിമിതികളുണ്ട്. മൃഗങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ സ്നേഹത്തിന് പരിമിതികളുണ്ട്. അതിൻ്റെതായ ജന്മവാസന എന്നൊക്കെ പറയും. മനുഷ്യ സ്നേഹമുണ്ട്, അത് റാഷണൽ ബീയിങ്, ബുദ്ധിജീവിയാണ് മനുഷ്യൻ. ബുദ്ധിയുടെ തലത്തിലാണ് മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നത്. എന്നാൽ ഈ ബുദ്ധിയെ, അറിവിനെ അതിശയിക്കുന്ന, ജന്മവാസനകളെ അതിശയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് അഗാപ്പെ എന്ന് പറയുന്നത്. നമ്മൾ ഈ ധ്യാനത്തിന് അഗാപ്പെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് അഗാപ്പെ എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അഗാപ്പെ ഒരു ഗ്രീക്ക് വാക്കാണത്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞു, ദൈവത്തിന്റെ സ്നേഹമാണത്. അത് വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്, അത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്. ഈ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഈ സ്നേഹത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യന്റെ ആശയമല്ല. സ്നേഹം തന്നെ, സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, അത് മനുഷ്യൻ രൂപീകരിച്ചതല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് സ്നേഹമെന്ന ആശയം. അത് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതല്ല, ദൈവം നമുക്കായി നൽകുന്നതാണ്. ദൈവം നമുക്കായി നൽകുന്ന ഈ സ്നേഹം, ആ സ്നേഹം ലൂക്കാ സുവിശേഷകന്റെ 6-ാം അധ്യായത്തിന്റെ 36 വായിക്കുന്നു: പിതാവ് കരുണയുള്ളവനായതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സ്നേഹം കരുണയാണ്. ആ കരുണയുള്ള സ്നേഹം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യേണ്ടത്? അതിപ്രകാരമാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. ദൈവം സ്നേഹിക്കുന്നു, ആ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ആ ദൈവത്തിന്റെ ആശയമാണ്, ദൈവമാണത് വെളിപ്പെടുത്തി തരുന്നത്. ആ സ്നേഹത്തിന് അഗാപ്പെ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സ്നേഹം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഈ ദൈവഹിതത്തിന്, ഈ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ പ്രവർത്തനത്തിന്, ദൈവിക പരിപാലനയുടെ മുമ്പിൽ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ സ്വതന്ത്രരായിരിക്കണം. പ്രേരണ കൂടാതെ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഈ സ്നേഹത്തെ സ്വീകരിക്കണം. ഈ സ്നേഹത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ സാധിക്കുന്നത്. ഈ സ്നേഹത്തെ നിരാകരിക്കുന്നതാണ് പാപമെന്ന് പറയുന്നത്. ഇവിടെയാണ് ആദിമാതാപിതാക്കൾ ഈ സ്നേഹത്തെ നിരാകരിച്ചു. ഈ സ്നേഹ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ആ പരിപാലന ആശ്രയിക്കണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്: ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കും.
ആ വൃക്ഷത്തിന്റെ പ്രത്യേകതയാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അപ്പൊ നന്മയേത് തിന്മയേത് എന്നുള്ളത് ദൈവ സ്നേഹ പശ്ചാത്തലത്തിൽ ദൈവമാണ് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നന്മതിന്മകളെ വിവേചിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവഗതത്തിന് ആമേൻ പറയണം, അങ്ങനെ ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കണം. ഇവിടെയാണ് പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കാതെ വരുന്ന ജീവിതമാണ്. ദൈവത്തിന്റെ പരിപാലന സ്നേഹത്തിന്റെ പദ്ധതിയിൽ മനുഷ്യന്റെ രക്ഷയുണ്ട്, പരിപാലനയുണ്ട്. ആ ദൈവം നമ്മളോട് താല്പര്യമുള്ളവരാണ്. ഈ ചിന്തകൾ വിട്ട് നമ്മുടേതായ ലെവലിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് പാപമെന്ന് പറയുന്നത്. ഇവിടെ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചില്ല. നന്മതിന്മകളെ അവർ തന്നെ വിവേചിക്കാൻ ആഗ്രഹിച്ചു, ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. നമ്മുടെ കണ്ടുവരുന്നത് ദൈവസ്നേഹത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിനുണ്ടായിരിക്കേണ്ട ഒരു 3 ഗുണങ്ങളാണ്. ഒന്നാമത്തെ ഗുണം, ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കുന്നതായിരിക്കണം. രണ്ടാമത്തേത്, ആ സ്നേഹം പരിപാലിക്കുന്നതായിരിക്കണം. മൂന്നാമത്തേത്, സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമായിരിക്കണം. അപ്പൊ ദൈവ സ്നേഹത്തിന്റെ 3 ഗുണങ്ങളാണ്. ഒന്ന്, രക്ഷിക്കുന്ന സ്നേഹമാണ്. 2, അതിനു വേണ്ടി ക്ഷമിക്കുന്ന സ്നേഹമാണ്. 3, പരിപാലിക്കുന്ന സ്നേഹമാണ്. ഇവിടെയാണ് ദൈവം രക്ഷകനായി പിതാവാ ദൈവം ഈശോയെ നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്നത്. ഈ ദൈവസ്നേഹത്തിന്റെ വലിയൊരു അവതാരമാണ്, അത് വെളിപ്പെടുത്തലാണ് ഉൽപ്പത്തി 3:15 എന്ന് പറയുന്നത്. പാപം ചെയ്ത മനുഷ്യനെ ഉപേക്ഷിക്കാതെ രക്ഷിക്കാൻ, ക്ഷമിച്ചുകൊണ്ട് രക്ഷിക്കാൻ, അവനെ തുടർന്ന് പരിപാലിക്കാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഉൽപ്പത്തി 3:15 സംഭവിക്കുന്നത്. നീയും സ്ത്രീയും തമ്മിലും സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പോ സ്ത്രീയുടെ സന്തതിയായി ഈശോയെ പിതാവാ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. അത് തിന്മയുടെ തല തകർത്തുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ, അവനോട് ക്ഷമിക്കാൻ, അവനെ പരിപാലിച്ച് അവനെ വലിയവനാക്കി മാറ്റാൻ സ്ത്രീയുടെ സന്തതിയായി ഈശോ ഈ ഭൂമി പിതാവാ ദൈവം വാഗ്ദാനം ചെയ്തെങ്കിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നത് ഈ രക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ അതിന്റെ വെളിപ്പെടുത്തലുകളാണ്. ഇപ്പൊ സ്നേഹമെന്ന് പറയുന്നത് രഹസ്യമാണ്. ഈ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ കൊലോസാക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 26, 27 തിരുവചനങ്ങളോടെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. സ്നേഹം ഒരു രഹസ്യമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ദൈവ സ്നേഹം രഹസ്യമാണ്. അത് പൗലോസ്ലീഹ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ 26, 27 തിരുവചനങ്ങൾ. യുഗങ്ങൾക്കും തലമുറകൾക്കും മുമ്പേ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നു. ഈ രഹസ്യം വിജാതിയർക്കിടയിൽ എത്ര മഹത്വമുള്ളതാണെന്ന് വിശുദ്ധർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും അത്യുന്നത അവസ്ഥ പൗലോസ്ലീഹ തുടർന്ന് പറയുന്നത്. ഈ രഹസ്യം ഇതാണ്, കർത്താവായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അതുകൊണ്ട് ഈ ദൈവസ്നേഹ രഹസ്യമാണ്. അത് യുഗങ്ങൾക്കും തലമുറകൾക്കും മുമ്പേ മറച്ചുവെക്കപ്പെട്ടിരുന്നതാണ്. അത് കാലത്തിനനുസരിച്ച് ടൈം ആൻഡ് സ്പേസ്, കാലത്തും സമയത്തും മനുഷ്യന്റെ ബൗദ്ധികമായ ധാർമ്മികമായ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രാർത്ഥനാ ജീവിതമൊക്കെ ആരംഭിക്കുന്നത്, ധ്യാന ജീവിതം ആരംഭിക്കുന്നത്. അത് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഈ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ യുഗങ്ങൾക്കും തലമുറകൾക്കും മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന വലിയ രഹസ്യം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രവർത്തനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുക.
ഇവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി 1 തുടങ്ങി 11 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രാതീത കാലഘട്ടമാണ്. ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 12 മുതലാണ്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ രക്ഷാക ചരിത്രം ആരംഭിക്കുകയാണ്. ആരിലൂടെ? അബ്രാഹത്തിലൂടെ. ഉൽപ്പത്തി 12-ന്റെ 1 തുടങ്ങി വായിക്കുമ്പോൾ കാണുന്നു, അബ്രാഹ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നീ നിന്റെ പിതൃഭവനം വിട്ട്, നിന്റെ ബന്ധുജനങ്ങളെ വിട്ട്, നിന്റെ നാട് ദേശമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ കാണിച്ച നാട്ടിലേക്ക് നീ പോരണം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 5 പ്രകാരം വായിക്കുന്നുണ്ട്, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ് ദൈവം. നമ്മൾ പലപ്പോഴും ദൈവം ശപിക്കുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ്, ദൈവം കോപിക്കുന്നവനാണ് എന്നൊക്കെയുള്ള ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങൾ നമ്മൾ ധാരാളം കേൾക്കുന്നു. ഇന്ന് മാത്രമല്ല, എന്നും ഉണ്ടായിരുന്നത്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. ദൈവം കോപിക്കുന്നു, ദൈവം ശിക്ഷിക്കുന്നു, ദൈവം ശപിക്കുന്നു. നിയമാവർത്തനം 23-ന്റെ 5 ഞാൻ പറഞ്ഞു, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ് ദൈവം. ആദിമാതാപിതാക്കൾ ശാപം സ്വീകരിച്ചവരാണ്, ദൈവത്തിന് പരിപാലനയെ ഉപേക്ഷിച്ചവരാണ്, ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ചവരാണ്. ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹത്തിന്റെ പദ്ധതി രക്ഷാചരിത്രം ആരംഭിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഉൽപ്പത്തി 12-ന്റെ 1 തുടങ്ങി വായിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം അനുഗ്രഹത്തെക്കുറിച്ച് പറയും. നീ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും. അങ്ങനെ അബ്രാഹത്തെ എല്ലാ ജനതകളുടെ പിതാവാക്കി മാറ്റിക്കൊണ്ട്, വിശ്വാസത്തിന്റെ കൃപ നൽകിക്കൊണ്ട്, അബ്രാഹത്തെ ജനതകളുടെ പിതാവാക്കി, വിശ്വാസ പിതാവാക്കി മാറ്റിക്കൊണ്ട്, നീ മൂലം ഈ ഭൂമുഖത്തുള്ള സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവർ, ദൈവ സ്നേഹത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉൽപ്പത്തി 12 അബ്രാഹത്തിന്റെ വെളിയിലൂടെ ആരംഭിക്കുന്നു. ആ സ്നേഹത്തിന്റെ അനുഭവം അബ്രാഹ സ്വന്തമാക്കിയതുകൊണ്ടാണ് അബ്രാഹ സ്വന്തം നാടും വീടും ദേശവും ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു കൊടുക്കാൻ പോകുന്ന ദേശത്തേക്ക് യാത്രയായത്. ഈ അനുഗ്രഹത്തിന്റെ അധിപതിയാണ് ദൈവം. അപ്പൊ ദൈവ സ്നേഹത്തിന്റെ പിന്നാലെ യാത്ര ചെയ്താൽ, ആ ദൈവ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചാൽ, ബാക്കിയുള്ള സ്നേഹത്തിന്റെ പിന്നാലെയുള്ള നെട്ടോട്ടം ഉപേക്ഷിച്ച്, ഈ ലോകത്തിന്റെ ചില കവികളൊക്കെ പാടിയിട്ടുണ്ട്, എന്ന് വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലൊരു ജീവിതം, എന്നും അതിന്റെ ലഹരിയുടെ മനസ്സിങ്ങനെ മൂളിപ്പറക്കണം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലൊരു ജീവിതം, എന്നും അതിന്റെ ലഹരിയിൽ എന്നെ മനസ്സിങ്ങനെ മൂളിപ്പറക്കണം, എപ്പോഴും സുഖിക്കണം, എപ്പോഴും ആസ്വദിക്കണം. അതുകൊണ്ടോ വേറൊരു കവിത ഓർത്തു പോവുകയാണ്, സുഖം സുഖം ശോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതങ്ങെന്ന് തെരഞ്ഞു തന്നെ ആയുസ് നോക്കുന്ന കഥാശ്വരം നമ്മൾ. സുഖം സുഖം ശോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, ഈ ഭൂമിയെ സ്വർഗമാക്കാൻ വേദസ്, ദൈവീക ചിന്തയുള്ള മനുഷ്യൻ, ദൈവീക പശ്ചാത്തലത്തിലായിരിക്കുന്ന മനുഷ്യന് കണ്ടുപിടിച്ച കാര്യമാണ് സുഖമെന്ന് പറഞ്ഞു. സുഖം സുഖം ശോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. പക്ഷെ അതെവിടെയാണ് തെരഞ്ഞു തന്നെ ആയുസ് പോകുന്നു. വിഡ്ഢികൾ നമ്മൾ, വിഡ്ഢികളായ നമ്മൾ ആയുസ് നഷ്ടപ്പെടുത്തുകയാണ്. സുഖം എവിടെയാണെന്ന് തെരഞ്ഞുകൊണ്ട്, എവിടെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, തീർച്ചയായിട്ടും കണ്ടെത്തണം, അതിലേക്ക് മടങ്ങണം. അല്ല ജീവിതം താറുമാറായി പോകും. ഒരിക്കലും അത് കരകയറാനാവാത്ത പതനമായി മാറും, തോരാത്ത മെഴുനീരായി മാറും. ഒരിക്കലും മെഴുനീര് മാറുകയില്ല, കണ്ണുനീര് മാറുകയില്ല. നമുക്ക് ഒരുപാട് 21 നമ്മൾ വായിക്കുന്നുണ്ട്, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത അവസ്ഥയെക്കുറിച്ച്. അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ മരണമില്ല. കണ്ണുകളിൽ നിന്ന് മെഴുനീർ ഞാൻ ഒപ്പിയെടുക്കുന്നു. ഇതിനാണ് ഒരുപാട് 21-ന്റെ 1 വായിക്കുമ്പോൾ കാണാം, പുതിയ ആകാശവും പുതിയ ഭൂമിയും. നമ്മളൊരു പുതിയ ആകാശത്തെക്കുറിച്ച്, പുതിയ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ സ്നേഹത്തിന്റെ തലത്തിലാണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പുതിയ ആകാശ പുതിയ ഭൂമിയാണ്
അബ്രാഹത്തിന് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അവനെന്ത് ചെയ്യണം? നീ ഉപേക്ഷിക്കണം. നീ ചിലതൊക്കെ ഉപേക്ഷിക്കണം. നീ അനുഗ്രഹമായി മാറും. നിന്നിലൂടെ ഭൂമുഖത്തെ ജനതകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അബ്രാഹം ദൈവ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴും ഉയരവും അനുഭവിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിറങ്ങി പുറപ്പെട്ടു. അതിന്റെ തന്റെ ഇടമാണ് അബ്രാഹം ഇസ്ഹാക്കിനെ ബലികഴിക്കാൻ മോറിയ മലയിലേക്ക് പോകുന്നത്. അങ്ങനെ മോറിയ മലയിൽ അബ്രാഹം ദൈവപിതാവിന്റെ ആ തുല്യതയിലേക്ക് വരികയാണ്, സമാനതയിലേക്ക് വരികയാണ്. കാരണം ദൈവസ്നേഹത്തിന് ഏറ്റവും അത്യുന്നത അവസ്ഥയാണ് നമുക്കറിയാം കുരിശുമരണം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇപ്രകാരം എളിയവനായി ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്: മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കാൻ, മനുഷ്യന്റെ വലിപ്പം മനസ്സിലാക്കാൻ, മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രൂശിത രൂപത്തിലേക്ക് നോക്കണം. അങ്ങനെ ആകാശത്തിൽ ഭൂമിക്ക് നടുവിൽ അർത്ഥനാഗ്നായി പതാക പോലെ പാറിക്കിടക്കുന്ന യേശു, പിതാവേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് ചോദിച്ചുകൊണ്ട് യേശുനാഥൻ അവ ജീവൻ വെടിയുമ്പോൾ ആ ക്രൂശിത രൂപത്തിൽ ക്രൂശിതനായി കിടക്കുന്ന യേശുവിന്റെ ചിത്രമാണ് മനുഷ്യന്റെ മഹത്വം വിളിച്ചോതുന്നത്. അവർ വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന മനുഷ്യന്റെ മഹത്വം അറിയാൻ, മനുഷ്യന്റെ വലിപ്പം അറിയാൻ, അവന്റെ ഔന്നിത്യം അറിയാൻ അവൻ കുരിശിലേക്കാണ് നോക്കേണ്ടത്, ക്രൂശിതത്തിലേക്കാണ് നോക്കേണ്ടത്. ഇവിടെയാണ് ആ ക്രൂശിതനോട് യേശു സമനായി മാറി. ആ പിതാവിനോട് യേശു സമാനതയുള്ള അബ്രാഹം സമാനതയുള്ളവനായി മാറുന്നു. മോറിയാമലയിൽ മകനെ ബലികഴിക്കാൻ അവന്റെ കൈകാലുകൾ കെട്ടി വിറക് അടുക്കി അവനെ ആ വിറകിന് മുകളിൽ കിടത്തി കത്തിയെടുത്ത് മകനെ ബലികഴിക്കാൻ അബ്രാഹം ആഗ്രഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അബ്രാഹം ദൈവസ്നേഹത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഉയരുകയാണ്. അങ്ങനെ അബ്രാഹം സ്നേഹം അനുഭവിച്ചതുകൊണ്ട് ഇവിടെയാണ് സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നുവെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 19 നമ്മൾ വായിക്കും. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അപരാധത്തിന് ഭയം തോന്നിയില്ല. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. 365 പ്രാവശ്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അബ്രാഹം സ്നേഹം ആസ്വദിച്ചതുകൊണ്ടും അനുഭവിച്ചതുകൊണ്ടുമാണ് ദൈവത്തിന്റെ സ്നേഹം ഭയമില്ലാത്ത ധൈര്യശാലിയായി മാറി മകനെ ബലികഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അബ്രാഹത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നു. മനുഷ്യനെ ശിക്ഷിക്കാതെ ശിക്ഷയും ശാപവും അനുഗ്രഹമാക്കി മാറ്റി ദൈവം അബ്രാഹത്തിലൂടെ രക്ഷാചരിത്രം, സ്നേഹത്തിൽ ചരിത്രമാണ് കാണുന്നത്, ആരംഭിക്കുകയാണ്. തുടർന്ന് നമ്മൾ മോശയെ കുറിച്ചിരിക്കുക. മോശ ദൈവസ്നേഹത്തിന്റെ വലിയൊരു അവതാരമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവസ്നേഹം ആസ്വദിച്ചതുകൊണ്ടാണ് മോശ ഈജിപ്ത് വിടുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ മോശയെക്കുറിച്ച് വായിക്കും. 25, 25, 26 തിരുവചനങ്ങളിൽ ഫറവോയുടെ മകളുടെ മകൻ എന്ന അപരനാമത്താൽ അറിയപ്പെട്ടിരുന്ന മോശ രാജകൊട്ടാരത്തിൽ ഒന്നിനും കുറവില്ല. രാജകൊട്ടാരത്തിലായിരുന്ന മോശ രാജകൊട്ടാരം ഉപേക്ഷിച്ച് മണലാരണ്യത്തിലേക്ക്, പ്രതിസന്ധികളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത് മറ്റൊന്നിനും പേരിലല്ല, ദൈവ സ്നേഹം ആസ്വദിച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായം 25, 26 വായിക്ക് അവർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ ദൈവത്തിന്റെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട്, ആ സ്നേഹത്തിന്റെ അവതാരമായ യേശുവിന്റെ മുഖം ധ്യാനിച്ചുകൊണ്ട് ഫറവോയുടെ മകളുടെ മകൻ എന്നുള്ള ആ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് മോശ ഇറങ്ങിപ്പുറപ്പെടുന്നത് സ്നേഹത്തിന്റെ അനുഭവം സ്വന്തമാക്കിയതുകൊണ്ടാണ്. അങ്ങനെ മോശ ജനത്തിനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി മാറുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ആ സ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു മധ്യസ്ഥനായി മോശ മാറുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞു. സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ മോശ മുന്നോട്ട് നീങ്ങിയതുകൊണ്ടാണ് ആ ഈജിപ്ത് വിട്ട് പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങാൻ മോശയ്ക്ക് ധൈര്യം നൽകിയത്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ
കരുത്ത് പ്രദാനം ചെയ്തത് മോശയ്ക്ക് ദൈവ സ്നേഹത്തിന്റെ അനുഭവമാണ്. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നിസ്സാര കാര്യത്തിന് പോലും ആത്മഹത്യയെക്കുറിച്ച് പറയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇത് മനുഷ്യൻ തമാശായിട്ട് പോലും ആത്മഹത്യയെക്കുറിച്ചാണ് പറയുന്നത്. ആത്മഹത്യ പ്രവണതയിലേക്കാണ് നീങ്ങുന്നത്. കരുത്തില്ല, തന്റേടമില്ല, ശക്തിയില്ല, എല്ലാം നഷ്ടപ്പെട്ടവനായി അലയുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ദൈവ സ്നേഹം ധ്യാനിക്കണം. അതിൽ നിന്നാണ് ശക്തി ആർജിക്കുന്നത്. ആ സ്നേഹമാണ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകത അത് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7 നമ്മൾ കാണുന്നത്. ദൈവ മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തു, നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസമോതി, അങ്ങനെ അവൻ ജീവനുള്ളവനായി മാറി. അങ്ങനെ അവൻ ജീവനുള്ളവനായി മാറി. ഈ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം, അത് സ്നേഹമാണ്. ഈ ജീവന്റെ ശ്വാസം ദൈവത്തിന്റെ പൂർണ്ണത സ്നേഹമാണ്. ദൈവിക രഹസ്യങ്ങളുടെ ദൈവ സ്നേഹത്തിന്റെ ഉള്ളെന്ന് പറയുന്നത് രഹസ്യമാണ്. ആ രഹസ്യം സ്നേഹത്തിന്റെ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തിട്ട് നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസമൂതി, അങ്ങനെ അവൻ ജീവനുള്ളവനായി മാറിയെങ്കിൽ തീർച്ചയായിട്ടും ജീവൻ നമുക്ക് ലഭിക്കുന്നത് ദൈവ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമാണ്. തുടർന്ന് നമ്മൾ പ്രവാചകന്മാരിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകന്മാർക്ക് ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അതൊക്കെ ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 വായിക്കുന്നുണ്ട്. ദൈവം തന്റെ പ്രവാചകന്മാർക്ക് ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. രഹസ്യം സ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് പ്രവാചകന്മാരിലൂടെ ജനത്തെ രൂപീകരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22 നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ എന്റെ മകനാണ്. ഇസ്രായേൽ എന്റെ മകനാണ്. ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോശ വഴി ജനത്തെ കാനാൻദേശത്തേക്ക് ആനയിക്കുമ്പോൾ നീ ഫറവോയോട് പറയണം, ഇസ്രായേൽ എന്റെ ജനമാണ്. ഇസ്രായേൽ അന്ന് 4 ലക്ഷത്തോ പരം മനുഷ്യരുണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ 4 ലക്ഷത്തിൽ പരം മനുഷ്യരുണ്ടായിരുന്നു മോശയുടെ കൂടെ. ഇവരെല്ലാം ദൈവം ഒന്നായിട്ടാണ് കാണുന്നത്. സമൂഹത്തെ ദൈവം രക്ഷിക്കുകയാണ്, മകനായിട്ട് കാണുകയാണ്. അങ്ങനെ സമൂഹത്തെ രക്ഷിക്കാൻ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം ജനത്തെ രക്ഷിക്കുന്നു, ജനത്തെ ക്രമീകരിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ ക്രമീകരണമാണ്, വെളിപ്പെടുത്തലാണ് ഇസ്രായേൽ ജനത്തിന്റെ രൂപീകരണം എന്ന് പറയുന്നത്. ആ ഇസ്രായേൽക്കാരെ രൂപീകരിച്ചുകൊണ്ട് എല്ലാവർക്കും തന്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം ജനത്തെ രൂപീകരിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ രൂപീകരിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ രൂപീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു ജനത്തെ സ്നേഹിക്കുന്ന ദൈവം വ്യക്തിപരമായും ഓരോ വ്യക്തിയെയും സ്നേഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമായി മാറുകയാണ്. അതാണ് നമ്മുടെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1 വായിക്കുന്നത്, ഇസ്രായേലെ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു, നീ എന്റേതാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കും. നീ എന്റേതാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കും. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കും. ദൈവം ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. അങ്ങനെ വ്യക്തിപരമായി സ്നേഹിക്കുന്നവനാണ്. അങ്ങനെ വ്യക്തിപരമായ ദൈവത്തിന്റെ സ്നേഹം, ഈ സ്നേഹത്തിന്റെ നീളവും വീതിയും ആടും ഉയരവും നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ സമൂഹത്തെ സ്നേഹിക്കുന്നു, ഒരു കൂട്ടായ്മയെ സ്നേഹിക്കുന്നു, അവിടുന്ന് വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. വിജാതിയുടെയും സകലരെയും ആരെയും അവിടുന്ന് മാറ്റി നിർത്തുന്നില്ല. ഇവിടെയാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11 നമ്മൾ വരുന്നു. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, ഇതിനെ നമുക്കൊരു പരിമിതി കൽപ്പിക്കാൻ പറ്റില്ല. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 11 വായിക്കുന്നു, 1,20,000 പരം ജനത്തോടും അസംഖ്യം മൃഗങ്ങളോടും എനിക്ക് അനുകമ്പ തോന്നുന്നതാണോ നീ പറയുന്നത്? ഒരു വചനം കൂടി അതിന് ആരംഭത്തിനുണ്ട്. യോന 4:11, ഇടംബലം തിരിച്ചറിവില്ലാത്ത 1,20,000 പരം മനുഷ്യരോടും അസംഖ്യം മൃഗങ്ങളോടും
എനിക്ക് അനുകമ്പ തോന്നരുതാണോ നീ പറയുന്നത്? ആരാണ് ഈ ജനം? ഇടം വലം തിരിച്ചറിവില്ലാത്തവർ. ഇടത് തിന്മയുടെ പ്രതീകം, വലത് നന്മയുടെ പ്രതീകം. ഇടം വലം തിരിച്ചറിവില്ലാത്തവർ എന്ന് പറയുമ്പോൾ നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിവില്ലാത്ത മനുഷ്യർ. തുടർന്ന് പറയുന്നത് 1,20,000 പരം മനുഷ്യരോടും അസംഖ്യം മൃഗങ്ങളോടും. എന്താണ് മൃഗത്തിന് പ്രത്യേകത? മൃഗത്തിന് ഇടം വലം തിരിച്ചറിവില്ല. ഇവിടെയാണ് മൃഗമനുഷ്യരുണ്ട്, ജഡിക മനുഷ്യരുണ്ട്, ആത്മീയ മനുഷ്യരുണ്ട്. മൃഗമനുഷ്യര് നന്മതിന്മകൾ തിരിച്ചറിവില്ലാത്ത മനുഷ്യരാണ്. ഇടതേത് വലുതേ തിരിച്ചറിവില്ലാത്ത മനുഷ്യരാണ്. ഈ മനുഷ്യരെ ദൈവം സ്നേഹിക്കുന്നു. ഇതാണ് വിജാതീയർ എന്ന് പറയുന്നത്. ഇസ്രായേൽക്കാർക്ക് നിയമം കൊടുത്തു, വ്യക്തമായ ബോധ്യങ്ങൾ നൽകി. മറ്റവർക്ക് വിജാതീയരാണ്. വിജാതീയം സ്നേഹിക്കുന്നു. മുഖനോട്ടമില്ല, നന്മ തിന്മകളെ തിരിച്ചറിവില്ലാത്ത അസംഖ്യം മൃഗങ്ങളോട് പോലും തുലനം ചെയ്യുന്ന ആ മൃഗമനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. ജഡിക മനുഷ്യനുണ്ട്, നന്മ തിന്മ തിരിച്ചറിയാം, പക്ഷേ തിന്മ ചെയ്തു പോകുന്നു, നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ജഡിക മനുഷ്യൻ. ആത്മീയ മനുഷ്യനുണ്ട്, നന്മ തിന്മകളെ തിരിച്ചറിയാം, പ്രലോഭനങ്ങളുണ്ട്, പക്ഷെ തിന്മ ചെയ്യുന്നില്ല. വളരെ വേദന സഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിപാലനം ആശ്രയിച്ച് അവർ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. ഇവരാണ് ആത്മീയ മനുഷ്യര്. എല്ലാ മനുഷ്യർക്കും ദൈവ സ്നേഹം നൽകുന്നു. മൃഗമനുഷ്യനെയും ജഡിക മനുഷ്യനെയും ആത്മീയ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു. സകല സൃഷ്ടിജാലങ്ങൾ ദൈവം സ്നേഹിക്കുന്നു. ഒന്നിനെ അവരൊന്ന് ഉപേക്ഷിക്കുന്നില്ല, വെറുക്കുന്നില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെ വായിക്കുമ്പോൾ നമുക്ക് ഈ ആശയം കിട്ടും. ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുക. സകല സൃഷ്ടിജാലങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 11-ന്റെ 23 മുതൽ വായിക്കുക. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആ സ്നേഹം എല്ലാ സൃഷ്ടവസ്തുക്കളെയും അവിടുന്ന് സ്നേഹിക്കുന്നു. അവിടുന്ന് എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. എന്തിനെയെങ്കിലും വെറുക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ദേഷിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് അവയ്ക്ക് രൂപം നൽകുകയില്ലായിരുന്നു, ജന്മം നൽകുകയില്ലായിരുന്നു. നമുക്ക് ചില ചെടികളെ ഇഷ്ടമല്ല, ചില പക്ഷികളെ ഇഷ്ടമല്ല, ചില മൃഗങ്ങളെ ഇഷ്ടമല്ല, ചില ജീവികളെ ഇഷ്ടമല്ല. അതൊക്കെ തിന്മയുടെ പ്രതീകമാണെന്നൊക്കെ പറയുമ്പോൾ ദൈവം ദേഷിച്ചിരുന്നുവെങ്കിൽ അവയെ സൃഷ്ടിക്കുമായിരുന്നില്ല. ദൈവം ഒന്നിനെയും ദേഷിക്കുന്നില്ല. ദൈവം എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, എല്ലാത്തിനെയും കരുതുന്നു. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 7 നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഭൂതലം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒന്നിനെയും മാറ്റി നിർത്താൻ പറ്റുകയില്ല. ദൈവത്തിന്റെ സ്നേഹം എല്ലാത്തിനെയും ആശ്രയിക്കുന്നതാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ കണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, ഈ സ്നേഹം പ്രവാചകന്മാരിലൂടെ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി അവിടുന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ആ സ്നേഹത്തിന്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എസെക്കിയേലിന്റെ പ്രവചനം 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന പ്രകാരമാണ്. ഞാൻ കടന്നു പോകുമ്പോൾ നീ ചോരയിൽ കിടന്നുരുളുകയായി, ദേഹത്ത് ഉപ്പ് പുരട്ടിയിട്ടില്ല. നീ നഗ്നതയിലായിരുന്നു, നീ ശൂന്യതയിലായിരുന്നു. ഞാൻ നിന്നെ തുടച്ചു വൃത്തിയാക്കി, ഞാൻ നിനക്ക് ജീവൻ നൽകി, നീ ജീവിക്കുക എന്ന് ഞാൻ പറഞ്ഞു. നീ മരണാസന്ന അവസ്ഥയിലായിരുന്നു, നീ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. നിന്റെ ചോരയിൽ കിടന്ന് നീ ഉരുളുകയായിരുന്നു. അത് വൃത്തിയാക്കിയിരുന്നില്ല. ഞാൻ കൽപ്പിച്ചു, നീ ജീവിക്കണം. ദൈവം നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നീ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ജീവൻ കിട്ടി, നീ വളർന്നു വലുതായി. നിനക്ക് ചിത്രത്തുന്നിലുള്ള ഉടുപ്പ് നൽകി, നിനക്ക് നല്ല ഭക്ഷണം നൽകി, ഞാൻ നിനക്കെല്ലാം നൽകി. നീ വളർന്നു വലുതായി, നീ സൗന്ദര്യമുള്ള വ്യക്തിത്വത്തിന് ഉടമയായി മാറി. അങ്ങനെ ശൂന്യതയിൽ കിടന്നുരുളുന്ന മനുഷ്യൻ, ചോരയിൽ കിടന്ന ആ അവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തിയെ ദൈവം രക്ഷിക്കുമ്പോൾ നമുക്ക് എസെക്കിയേലിന്റെ പ്രവചനം 16-ാം അധ്യായത്തിന്റെ ആ തിരുവചനങ്ങൾ ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി തരുന്നതാണ്.
വീണ്ടും നമ്മുടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 11 മുടങ്ങി വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം ഇടയനാ. അലയുന്ന ആടുകൾ, എന്റെ ആടുകൾ മലകളിൽ ചെതിരിപ്പോയിരിക്കുന്നു, കോളും നിറഞ്ഞിരിക്കുന്ന മലമടക്കുകളിൽ വഴിതെറ്റിപ്പോയിരിക്കുന്നു. അന്വേഷിച്ചിറങ്ങാൻ ആരുമില്ല. ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ചിറങ്ങും. ഞാൻ ക്ഷീണിച്ചവയെ പരിരക്ഷിക്കും. അതുപോലെ മുറിവേറ്റതിനെ വച്ചുകെട്ടും. നല്ലതിനെ ഞാൻ ക്ഷീണിച്ചതിനെ ചുമലിലേറ്റും. അങ്ങനെ ചുമലിലേറ്റുന്ന, ക്ഷീണിച്ചതിനെ പരിചരിക്കുന്ന, മുറിവേറ്റതിനെ വച്ചുകെട്ടുന്ന നല്ല ഇടയന്റെ ചിത്രത്തിലൂടെ ദൈവ സ്നേഹം എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. വീണ്ടും നമ്മൾ കണ്ടിട്ടുള്ളത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനത്തിൽ നിത്യമായി സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. ദൈവം വാക്ക് മാറുന്നില്ല, വഴിയിൽ ഉപേക്ഷിക്കുന്നില്ല, നമ്മളെ തള്ളിക്കളയുന്നില്ല. മനുഷ്യനെ ഉപേക്ഷിച്ചെന്ന് വരും, തള്ളിക്കളഞ്ഞെന്ന് വരും, വാക്ക് മാറിയെന്ന് വരും, വഞ്ചിച്ചെന്ന് വരും. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു യെരമ്യാ 31:3, എന്റെ സ്നേഹം അനന്തമാണ്, ആ വിശ്വസ്തത അചഞ്ചലമാണ്. സഞ്ചരിക്കുന്നതല്ലാതെ എന്റെ വിശ്വസ്തത അചഞ്ചലമാണ്, എന്റെ സ്നേഹം നിത്യമാണ്, അനന്തമാണ്. അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത്. വീണ്ടും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, എസെക്കിയേൽ എന്ന പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാം തിരുവചനമാണ്. ഒരു പുതു ഹൃദയം നൽകി സ്നേഹിക്കുന്ന ദൈവം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയാണ് കല്ലിച്ച ഹൃദയം മാറ്റി മാംസള ഹൃദയം തരുന്ന, ഞാൻ നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന, ഒരു വിശുദ്ധമായ സ്നേഹം തരുന്ന, ഹൃദയം തരുന്ന, ദൈവസ്നേഹ പുതുമ തരുന്ന, പുതിയ സൃഷ്ടിയാക്കുന്ന. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ൽ വായിക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളതാണ് പരമപ്രധാനം. ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളത് പരമപ്രധാനം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ സൃഷ്ടി. ആരാണ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിക്കോദേമോസ് ഈശോ പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കണം. മാതാവിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചല്ല, ജലത്താലും അരൂപിയാലും നീ വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവം തരുന്ന വാഗ്ദാനമാണ് എസെക്കിയേൽ 36-26 കണ്ടത്. ഞാൻ നിങ്ങളുടെ കഠിന ഹൃദയം മാറ്റി മാംസള ഹൃദയം തരും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിച്ച് ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. അങ്ങനെ വിശുദ്ധീകരിക്കുന്ന, പുതുഹൃദയം തരുന്ന ദൈവസ്നേഹത്തിന്റെ അനുഭവം, ആഴം നമ്മളവിടെ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും നമ്മൾ കണ്ടുവരുന്നത് ഈ 50 നോമ്പ് കാലഘട്ടം ദൈവസ്നേഹത്തിന്റെ ധ്യാനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ട കാലഘട്ടമാണ്. അഗാപ്പയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹം അത് വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്, മുഖനോട്ടമില്ലാത്ത സ്നേഹമാണ്. അത് വളരെ ഹൃദയസ്പർശിയായ സ്നേഹമാണ്. വചനം കൂടി മനസ്സിലേക്ക് വരുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 20-ാം തിരുവചനമാണ്. വളരെ ഹൃദയകാരിയായ, ഹൃദയത്തെ സ്പർശിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഒത്തിരി വ്യക്തികളെ നന്മയിലേക്ക് ആകർഷിച്ച തിരുവചനമാണത്. എബ്രാഹിം എന്റെ ഓമന കുട്ടനല്ലേ, നീ എന്റെ വാത്സല പുത്രൻ, നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു, എനിക്ക് നിന്നോട് നിസ്സമായ കരുണ തോന്നുന്നു, നീ എന്റേതാണ്. നിനക്ക് വിരോധമായി പെരുമാറുമ്പോൾ പോലും നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എബ്രാഹിം എന്റെ ഓമനക്കുട്ടൻ, നീ എന്റെ വാത്സല പുത്രൻ, നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു, നിസ്സമായ കരുണ തോന്നുന്നു. ആ സ്നേഹസ്പന്ദനം, ഹൃദയത്തിന്റെ സ്പന്ദനം, ദൈവ സ്നേഹത്തിന്റെ ആ സ്പന്ദനം നമ്മൾ അനുഭവിക്കുന്ന, ഏറ്റുവാങ്ങുന്ന അനുഭവമാണ്. ഞാൻ വീണ്ടും പറയും, നോമ്പ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ 50 ദിവസത്തെ നമ്മുടെ ഈ ധ്യാന ശുശ്രൂഷകൾ എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ നമ്മൾ ഓൺലൈനായി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ 5 മണി മുതൽ 6 വരെ നമ്മൾ സ്തുതി ആരാധനയും ബഹുമാനയും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കും. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതുപോലെ 7 മുതൽ 8 മണി വരെ
1 മണിക്കൂർ 1 മണിക്കൂർ ആരാധന നമ്മൾ നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് സംബന്ധിക്കണം, മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. നമ്മളുടെ ഈ ശുശ്രൂഷ, നവജ്യോതി ധ്യാന ടീമിന്റെ ശുശ്രൂഷ ഇവിടെ പരീക്കണ്ണി സെന്റ് മേരീസ് പള്ളി വെച്ചാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയിൽ ഇത് നിർവഹിക്കുമ്പോൾ തീർച്ചയായും നമ്മളെ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കും. വലിയ ദൈവാനുഗ്രഹം നമുക്കിതിലൂടെ ലഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പട്ടക്കടലുകളെ അഭയം പ്രാപിക്കുന്ന മനുഷ്യനെ ദൈവം വിലപിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണത മനുഷ്യന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്വർഗം വിട്ട് അവിടുന്ന് ഇറങ്ങി വരികയാണ്. ഈ ദൈവ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി കിട്ടുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാകും. അത് ശാരീരികമായ സൗഖ്യമായി മാറും, ആന്തരിക സൗഖ്യമായി മാറും, അതുപോലെ ആത്മാഭിഷേകമായി മാറും. വചനം കൂടി മനസ്സിലേക്ക് വരുന്നത് റോമ 5:5. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് ചൊരിയപ്പെടുന്നത്. ഇത് ബുദ്ധിയിലേക്കല്ല, ഹൃദയത്തിലേക്കാണ് ചൊരിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കണം, ഇത്തരം ശുശ്രൂഷകളെ പ്രോത്സാഹിപ്പിക്കണം, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇതിലൊക്കെ പങ്കെടുക്കുന്ന മനുഷ്യൻ തീർച്ചയായും മറ്റു വ്യക്തികൾ ഒത്തിരി നന്മയിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരും. നമ്മൾ കണ്ടു, ദൈവം സമൂഹത്തെ തെരഞ്ഞെടുത്തു, ഇസ്രായേൽ ജനത്തെ, അവിടുന്ന് കുടുംബങ്ങളെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 31 നമ്മൾ പ്രകാരം വായിക്കും. കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബം രക്ഷ പ്രാപിക്കും. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15 പ്രകാരം വായിക്കുന്നുണ്ട്, ഞാനും എന്റെ കുടുംബവുമേ യഹോവയെ സേവിക്കും. അപ്പൊ നമുക്ക് സമൂഹത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. അങ്ങനെ ദൈവം നമ്മളെ നയിക്കുന്നു, നമ്മുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാനും എന്റെ കുടുംബവുമേ യഹോവയെ സേവിക്കും. തീർച്ചയായും കുടുംബാന്തരീക്ഷത്തിൽ ദൈവാനുഗ്രഹമുണ്ടാവും. അതുപോലെ വ്യക്തിയെ സ്നേഹിക്കുന്നു, വ്യക്തിപരമായി വളരെ നന്മകളുണ്ടാകും. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ, വസ്തുവകകൾ, പക്ഷിമൃഗാദികൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഒന്നിനെ ദൈവം ദ്വേഷിക്കുന്നില്ല, ദ്വേഷിച്ചിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല, നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ നാനാജാതി മതസ്ഥര്, മുഖനോട്ടമില്ല, ഇടംബലം ദൈവമില്ലാത്ത ജനത്തെ ദൈവം സ്നേഹിക്കുന്നു, രക്ഷിക്കുന്നു. അപ്പോൾ ഈ സകല മനുഷ്യരെ രക്ഷിക്കുന്ന ആ ദൈവ സ്നേഹത്തിന്റെ അനുഭവം സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ നിറഞ്ഞിരിക്കുന്ന ആ ദൈവ സ്നേഹം നമ്മൾ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. നമ്മൾ തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും ആരാധന സമയത്ത് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും. വലിയ കൃപകൾ അവർ നമ്മളെ രക്ഷിക്കും. എല്ലാ അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവ് നമ്മൾ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അതിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച ഇതിൽ പങ്കെടുത്ത ഇതിന് ആത്മീയമായി അഭിവൃദ്ധി യോജിച്ച എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തുടർന്ന് അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അവിശുദ്ധ കുർബാനയിൽ അവർക്ക് ഞങ്ങൾ സ്തുതിക്കാൻ ആഗ്രഹിക്കുക. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ, ഈ സ്തുതി ആരാധനയുടെ ആ സമയങ്ങളിൽ വലിയ കൃപയൊഴുകട്ടെ. ഈ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. നവജ്യോതി ധ്യാന ടീമിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ധാരാളം പ്രചാരകരുണ്ടാകട്ടെ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ. അവരാകത്തെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകൾ വഴി ഞങ്ങൾ വഴി ഭൂമുഖത്തുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തിന്മകൾ നിഷ്ഠമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം. ഈശ്വരയുടെ വാഗ്ദാനം ഞങ്ങളുടെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.